നമസ്കാരം. PSC ബുള്ളറ്റിൻ മാർച്ച് 1 എഡിഷനിൽ BR അംബേദ്കറിനെ കുറിച്ച് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും ഭാഗങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും ഇന്ത്യൻ ജനതയുടെ അന്തസ്സ് നിലനിർത്തുന്നതിനും ആധാരമായ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ വ്യക്തിയാണ് അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. 1891 ഏപ്രിൽ 14 ബ്രിട്ടീഷ് ഇന്ത്യയിൽ പഴയ ബോംബെ സംസ്ഥാനത്ത്, നിലവിൽ മഹാരാഷ്ട്ര, രത്നഗിരി ജില്ലയിലെ മഹത്ത് എന്ന ഗ്രാമത്തിൽ രാജി മലോജി സക്പാലിൻ്റെയും ഭീമാബായിയുടെയും മകനായാണ് അംബേദ്കർ ജനിച്ചത്. ആദ്യകാലത്ത് ഭീംറാവു എന്നറിയപ്പെട്ട അദ്ദേഹം പിന്നീട് സ്വന്തം അധ്യാപകൻ്റെ പേരായ അംബേദ്കർ സ്വന്തം നാമത്തോട് ചേർത്ത് ഭീംറാവു അംബേദ്കറായി മാറി. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചു. തുടർന്ന് ബഹിഷ്കൃത ഹിതകാരിണി സഭയുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി ബഹിഷ്കൃത ഭാരത് എന്ന ദ്വൈവാരിക മറാത്തി ഭാഷയിൽ സ്ഥാപിച്ചു. ഇന്ത്യൻ ജനതയെ ഗ്രസിച്ചിരുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ 1927 ഡിസംബർ 25 അംബേദ്കർ മനുസ്മൃതി കത്തിച്ച് പ്രതിഷേധിച്ചത് 20-ാം നൂറ്റാണ്ടിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒരു മഹത്തരമായ പോരാട്ടമായി കരുതപ്പെടുന്നു. 1928 സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തപ്പോൾ അംബേദ്കർ കമ്മീഷനു മുന്നിൽ ഹാജരാവുകയും തുടർന്ന് 1930 ഓഗസ്റ്റിൽ നാഗ്പൂരിൽ വെച്ച് പിന്നോക്ക വിഭാഗക്കാരുടെ അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തെ തുടർന്ന് ബഹിഷ്കൃത ഭാരതത്തിന് പകരം ജനത എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുവാൻ അംബേദ്കർ തീരുമാനിച്ചു. അംബേദ്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടികൾ ആയിരുന്നു ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയും അഖിലേന്ത്യാ പട്ടികജാതി ഫെഡറേഷനും. 1937 ബോംബെ പ്രൊവിൻഷ്യൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി പ്രതിനിധിയായി മത്സരിച്ചു. 1930, 1931, 1932 എന്നീ വർഷങ്ങളിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഇദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അധസ്ഥിത വിഭാഗക്കാരുടെ പ്രതിനിധിയായാണ് ഇദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്. 1946 ജൂണിൽ അംബേദ്കർ പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് രൂപം നൽകുകയുണ്ടായി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായി നിയമിതനായ അംബേദ്കർ 1947 ഓഗസ്റ്റ് 7 ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായി. 1951 സെപ്റ്റംബർ 27 ഹിന്ദു കോഡ് ബില്ലിന് അംഗീകാരം കിട്ടാത്തതിനാൽ മന്ത്രിസ്ഥാനം രാജിവെച്ച അംബേദ്കർ 1952 രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1954 മഹാരാഷ്ട്രയിലെ ഭണ്ഡാരയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും വിജയിച്ചില്ല. ഹിന്ദു മതത്തിലെ ജാതി വിവേചനത്തിനെതിരെ ശക്തമായി പോരടിച്ച അംബേദ്കർ 1956 ഒക്ടോബർ 14 ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം ബുദ്ധമതം സ്വീകരിച്ചു. അംബേദ്കർ തൻ്റെ അനുയായികളോടൊപ്പം ആരംഭിച്ച ബുദ്ധമതത്തിൻ്റെ ഈ വിഭാഗത്തെ നവയാനം എന്നറിയപ്പെട്ടു. 1956 ഡിസംബർ 6 അന്തരിച്ച അംബേദ്കർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ചൈത്യഭൂമിയിലാണ്. 1990 മരണാനന്തര ബഹുമതിയായി അംബേദ്കർക്ക് ഭാരതരത്നം ലഭിച്ചു. അംബേദ്കറിൻ്റെ ചരമദിനമായ ഡിസംബർ 6 പരിനിർവാണ ദിവസമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. അംബേദ്കർ രചിച്ച ജാതി ഉന്മൂലനം, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയത് ഗാന്ധിജിയാണ്. അംബേദ്കറോടുള്ള ബഹുമാനാർത്ഥം ഉത്തർപ്രദേശിലെ അക്ബർപൂർ ആസ്ഥാനമാക്കി 1995 സെപ്റ്റംബർ 29 രൂപീകരിച്ച ജില്ലയാണ് അംബേദ്കർ നഗർ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ ഭീംറാവു അംബേദ്കറിൻ്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജീവിത പരിസരങ്ങളെ അടിസ്ഥാനമാക്കി ജബ്ബാർ പട്ടേലിൻ്റെ സംവിധാനത്തിൽ 2000 ഇംഗ്ലീഷ് ഭാഷയിൽ നിർമ്മിച്ച ചലച്ചിത്രമാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. 1999 ഇന്ത്യയിലെ മികച്ച ചലച്ചിത്രമായി തെരഞ്ഞെടുത്ത ഈ ചിത്രത്തിൽ അംബേദ്കറിൻ്റെ വേഷം കൈകാര്യം ചെയ്തതിന് മമ്മൂട്ടിയെ ഇന്ത്യയിലെ മികച്ച നടനായി തെരഞ്ഞെടുത്തു. 1920 അംബേദ്കർ ആരംഭിച്ച ആഴ്ചപ്പതിപ്പാണ് മൂക്ക് നായക്. അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ 14 ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നു.
മഹാരാഷ്ട്ര നവോത്ഥാന നായകനായ ജ്യോതിറാവു ഫുലെയെയാണ് അംബേദ്കർ തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയത്. ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഒരു ഋഷഭത്തെ പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് അംബേദ്കർ ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കറാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ എല്ലാവരും കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.